ഈ ഇമാജിനേഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിന് ഈ കൺസർവേറ്റീവ് സിസ്റ്റം ബ്രേക്ക് ചെയ്യണം. കൺസർവേറ്റീവ് സിസ്റ്റം ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ ഒരു ഇപ്പോൾ എഡ്യൂക്കേഷൻ വളരെ സ്ട്രെസ്ഫുൾ ആണല്ലോ, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആക്കിയിട്ട് പിന്നെ ആ ഒരു ചോദ്യം ചോദിക്കുന്നതും അങ്ങനെ അതെല്ലാം എൻകറേജ് ചെയ്യണം. വെറുതെ എന്താണ് ഈ ബുക്ക് മാത്രമായിട്ട് കാര്യമില്ല. ഒരു റിസർച്ചർ എന്ന നിലയിൽ ഈ ലോജിക്കൽ ആൻഡ് ഇമാജിനേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് ലോജിക്കൽ ഇമാജിനേഷൻ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇൻഡ്യൂഷൻ ഇമാജിനേഷൻ മാത്രം മതി. പക്ഷെ മാത്തമാറ്റിക്സോ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ വേണം. അപ്പോൾ അത് ആദ്യം ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ കഴിഞ്ഞിട്ട് ലോജിക് വേണം. അതിനാണ് ഞാൻ ഉപയോഗിച്ചത് ലോജിക്കൽ ഇമാജിനേഷൻ. രണ്ടും വേണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇവിടെ പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും 80% ആൾക്കാർ ലെഫ്റ്റ് ബ്രെയിൻ ആൾക്കാരാണ്. പഴയ റൊമാൻറ്റിസിസ്റ്റ് ആ മൂവ്മെൻറ്റെല്ലാം വേണം. ശരിക്കും റിനൈസൻസാണ് വേണ്ടത്, രണ്ടിൻ്റെ കോമ്പിനേഷൻ. റൊമാൻറ്റിസിസവും പ്ലസ് എൻലൈറ്റ്മെൻറ്റ്. ഈ റീസണിങ് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ യൂറോപ്പിൽ മെൻ്റൽ ഹോസ്പിറ്റൽ കൂടി എന്ന് പറയുന്നത്. ഈ ലോജിക്ക് കൂടുമ്പോൾ ആർഗ്യുമെൻ്റ് അങ്ങനെ വരുമ്പോൾ ഒരു മാനസിക രോഗത്തിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഭയങ്കര ടെൻസാണ്, സ്ട്രെസ്സാണ്, ഭയങ്കര ആർഗ്യുമെൻറ്റ് മറ്റെല്ലാം. ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ല, മുഴുവൻ ആർഗ്യുമെൻറ്റ്സിൽ കാണാറില്ല. അങ്ങനെ വരുമ്പോൾ അത് മെൻ്റൽ ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം. ഇമാജിനേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് മൈൻഡ് വേണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലോജിക്സ് വരുമ്പോൾ രണ്ട് കോൺഫ്ലിക്ട്സ് വരില്ലേ? ഇപ്പൊ നമ്മുടെ റിലീജിയസ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ ലോജിക്സിൽ ഈ ബൈനറി ലോജിക്കാണ്, സീറോ ട്രൂ ഓർ ഫോൾസ് ലോജിക്. അതിന്റെ ഇടയിൽ ഓപ്ഷൻസ് എന്താണ് ഇമാജിനേഷൻ. ഇപ്പൊ ഫസ്റ്റ് ലോജിക്കാണ് 0 1 ഇടയിലാണ്. അത് മാത്രമല്ല ഡിഫറൻസ് എന്ന് പറയും. അതായത് ബ്ലാക്കിന് ഓപ്പോസിറ്റ് വൈറ്റ് അല്ല, വൈറ്റിന് ഓപ്പോസിറ്റ് ബ്ലാക്ക് അല്ല, നോൺ ബ്ലാക്ക്. ബ്ലാക്ക് വൈറ്റ് മാത്രമാണ്, അതിൻ്റെ ഇടയിൽ വേറെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രോഡ് മൈൻഡ് അപ്രോച്ചാണ് ഇമാജിനേഷൻ, ഫ്രീഡവും. അപ്പൊ ഈ ലോജിക്സ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പൊ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ലോജിക് ബ്രേക്ക് ചെയ്താൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ഇപ്പൊ ഈ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റിലീജിയന് തന്നെ ഒരേ കാര്യത്തിന് രണ്ട് ലോജിക്സ് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? റിലീജിയനിൽ പ്യൂർലി ലോജിക് കുറവാണ്. റിലീജിയനിൽ ലോജിക്കൽ സംഭവം വളരെ കുറവാണ്. റിലീജിയനിൽ സ്റ്റാർട്ടിങ് അല്ല ഇമാജിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഇമോഷൻ ഇസ് മോർ റിലേറ്റഡ് ടു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അങ്ങനെ പോകും. ഏതൊരു ആർട്ട് ഫോമും സ്റ്റാർട്ട് ചെയ്യുന്ന ഇമോഷനിലാണ്. ഇമോഷൻ ഇപ്പൊ ഈ എല്ലാം ഇങ്ങനെ സീക്വൻസിൽ ഓർഡർ ട്രീയിൽ പോകുന്നതാണ്. റാൻഡമായിട്ട് പോകുന്നത് റൈറ്റ് ബ്രെയിൻ ആണ്. ഈ റൈറ്റ് ബ്രെയിൻ ആൾക്കാർക്ക് ലോജിക്കൽ ഇങ്ങനെ സീക്വൻസിലായിട്ട് പോകണമെന്നില്ല, റാൻഡമായിട്ടാണ് അവർ പോകുന്നത്. ഇമോഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ലോജിക് ഇമോഷൻ എപ്പോഴും ബൈനറി ആയിട്ട് വരും. ലോജിക് ഇമോഷനുള്ളപ്പോൾ ലോജിക് ഇല്ല, ലോജിക് ഉള്ളപ്പോൾ അങ്ങനെ ഒരു ബൈനറി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇമോഷനിൽ പല ആൾക്കാർ ഇന്റലിജൻസ് കണക്കാക്കില്ല. പക്ഷേ ഇമോഷനിലാണ് ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇമാജിനേഷനിലെല്ലാം. ഇപ്പോൾ ഇങ്ങനെ ഒരു വന്നാൽ ഇപ്പോൾ നമ്മുടെ ഒരു പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു സംഭവമാണ് ഈ ഇമോഷണൽ ലോജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈഫിലാണെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ മിക്കവർക്കും ലോജിക്കായിട്ട് ചിന്തിക്കണം, രണ്ടും വേണം. ഇപ്പൊ ലോജിക്കൽ മാത്രമായി കഴിഞ്ഞാൽ മനുഷ്യത്വം പോകും. ഇമോഷൻ മാത്രമായി കഴിഞ്ഞാൽ ബയസ്ഡാവും. രണ്ടും വേണം, ലോജിക്ക് ഇമോഷൻ രണ്ടും വേണം. പക്ഷെ ഇന്ന് ഇപ്പൊ ആൾക്കാർ ഇമോഷൻ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് ലോജിക്ക് മാത്രമേ മാറുക. ആണുങ്ങൾ കുറച്ചുകൂടെ ലോജിക്കലാണ്, പെണ്ണുങ്ങൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അതങ്ങനെയാണ്, കാരണം പറയാൻ പറ്റില്ല. പെണ്ണുങ്ങൾ മോർ റൈറ്റ് ബ്രെയിൻഡ് ആണ്. പെണ്ണുങ്ങൾ കുറച്ചുകൂടി കാരണം അവർ അമ്മമാരാവും, അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടല്ലോ. ആണുങ്ങൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ആണുങ്ങൾ ലോജിക്കലി സോൾവ് ചെയ്യും, പെണ്ണുങ്ങൾ ചിലപ്പോ ഇമോഷണൽ ആയിട്ട് ഗ്രംബിളും. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ ഹിസ്റ്ററിക്കൽ എന്ന് പറയുന്നത്. ഭയങ്കര ഹിസ്റ്ററിക്കൽ ഇപ്പൊ ഈ റിലീജിയനിലെ വലിയ സ്ഥാനങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കാത്ത കാരണം ചിലപ്പോൾ അതായിരിക്കും. കാരണം അവർക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമാജിനേഷൻ ലോജിക്കലും തമ്മിൽ ഒരു മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ പറയാമോ? എങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യാം? ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ എങ്ങനെയൊക്കെയാണ് അത് ലോജിക്ക് ഇമോഷൻ നമ്മൾ രണ്ട് മെയിൻ യുക്തിപൂർവ്വം ചിന്തിക്കണം, ഇമോഷനും വേണം. ഇപ്പൊ അയൻറാൻഡ് പറഞ്ഞ ഫിലോസഫർ ഉണ്ട്, അമേരിക്കൻ ഫിലോസഫർ. അവരെല്ലാം ലോജിക്കിന് മാത്രമാണ് ഇമോഷൻ കൊടുക്കുന്നത്. അങ്ങനെ മാത്രമാകുമ്പോൾ മനുഷ്യത്വം സംഭവം ഇല്ലാതാവും. രണ്ടും വേണം. ഇപ്പൊ റൂസോ ഹ്യൂം പോലെ ആൾക്കാരെല്ലാം ഇമോഷനാണ് ഇമോഷൻ കൊടുക്കുന്നത്. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അതായത് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ആർട്ട്. സയൻസോ ആർട്ടോട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നല്ലതാണ്. സയൻസ് മാത്രമേ പോരാ, ആർട്ട് മാത്രമേ പോരാ, രണ്ടിനോട് ഇന്റഗ്രേറ്റ് ചെയ്യണം.
സോ അതാണ് റിനൈസൻസ്. യെസ്, അപ്പൊ ഇനിയും ഒരു റിനൈസൻസ്. പക്ഷെ ഇപ്പത്തെ എല്ലാവരും ഇപ്പൊ ലോജിക്ക് മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് നല്ല ട്രെൻഡല്ല. ഇനി ഒരു റിനൈസൻസ് പീരീഡ് ആൾക്കാർ ഇനി ഈ മറ്റേനൊപ്പം ഈ ഫിക്ഷനൊപ്പം നോൺ ഫിക്ഷൻ രണ്ടും വായിക്കണം. നോൺ ഫിക്ഷൻ മോർ ലോജിക്കൽ അനാലിറ്റിക്കൽ അങ്ങനെയാണ്. ഫിക്ഷൻ വായിക്കുന്നത് നല്ലതാണ്, ഇമാജിനേഷൻ നല്ലതാണ്. നമ്മൾ ബുക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇനിയുള്ള പിള്ളേർ രണ്ടും വായിക്കണം. ഈ രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതാണ് നോൺ ഫിക്ഷനും ഫിക്ഷനും രണ്ട് തരത്തെ ബുക്കും വായിക്കുക. അപ്പൊ ഈ ടിപ്സ് എല്ലാം ആക്ച്വലി ഇപ്പോഴത്തെ യൂത്തിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇനിയും നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ അതുവരെ താങ്ക് യു സോ മച്ച്.